നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വീഡിയോ ഓണാക്കാൻ കഴിയുമെങ്കിൽ കഴിവതും വീഡിയോ ഓണാക്കി നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാൻ പോകും. നമ്മുടെ പ്രാർത്ഥനാ സംഗമം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കുന്ന ഇടങ്ങളിൽ സ്തോത്രത്തോടെ ആയിരിക്കുക. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ സൗദി അറേബ്യയ്ക്ക് വേണ്ടി അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിച്ചറിയുവാൻ, ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ആരാധന ലീഡ് ചെയ്യുന്നവർ, മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നവർ, വചനം സംസാരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്ക് അല്പനിമിഷം സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്താൽ ജയം, യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ദൈവസന്നിധാനത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ ഓൺലൈൻ മീഡിയയിലൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, സ്വർഗീയമായ കൃപകളെ അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് ഇടയാക്കണമേ. വചനം സംസാരിക്കുന്ന, ആരാധന ലീഡ് ചെയ്യുന്ന എല്ലാ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ്, രാത്രിയിൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീക സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗം അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ അനുഭവിച്ച് ഈ രാത്രി കർത്താവ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ. ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്താൽ അവരെ നിറയ്ക്കണം. ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അനുഭവിച്ചറിയുവാൻ കൃപ ചെയ്താട്ട് ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ്, ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനാ സംഗമത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈനിൽ ആയിരിക്കും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര സന്തോഷം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്കായിട്ട് സമയത്തെ വേർതിരിക്കാം. നമ്മുടെ പാട്ടുപാടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരാധനയിൽ നമ്മെ ലീഡ് ചെയ്യും. അതിനായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമം കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാധ്വനികളിലൂടെ പ്രാർത്ഥനാ സംഗമത്തിൽ ഞങ്ങൾക്കും ഭാഗവാക്കാവുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയോർത്തുകൊണ്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല രാജ്യങ്ങളിൽ ഇരുന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ദാസീദാസന്മാരെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഒരു വാക്യമുണ്ട്, 101 സങ്കീർത്തനം അതിന്റെ 1-2 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ, നമ്മുടെ ഓരോരുത്തരെയും കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതായ വിഷയങ്ങൾ, നമ്മൾ കരഞ്ഞതായ നമ്മുടെ വിഷയങ്ങൾ, അതിന് മറുപടി തന്ന് നമ്മളെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന്
നമ്മളെ ഓരോ ദിവസവും ജയോത്സവമായി വഴി നടത്തുന്ന ആ നല്ല കൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കുവാൻ കഴിയണം. കഴിഞ്ഞുപോയ രാത്രികാലങ്ങളിൽ നമ്മൾ അനേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനെല്ലാം ദൈവം നമുക്ക് മറുപടി തന്നു. ആ മറുപടി തന്നതായ ആ നല്ല നാഥനെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരു പാട്ടുകൂടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. നിറയും എന്നന്തരംഗം മനമേ നടത്തിയ നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ആരാധന ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നിൽ വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന ആരാധന ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന
ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നമുക്കെല്ലാവർക്കും കൈകളെ അടിച്ച് ഒരു ആത്മീയ ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയുടെ വേഗാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയുടെ വേഗാരുടനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാദിദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള താരയെ പിളർന്നു ദാഹം പോക്കും. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള താരയെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. കാരാഗ്രഹത്തിലും പത്മോസിൻ ജീവി ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ജീവി ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും.
അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം ശൂരന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ, കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം യേശുവിന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല. ആരായെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും, ആരായെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും, ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം യേശുവിന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല. കാരാഗ്രഹത്തിലും പത്മോസിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ, കാരാഗ്രഹത്തിലും പത്മോസിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും, ബലഹീനനായി തീർന്നാലും പുതുബലമെന്നിൽ പകരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം യേശുവിന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തിൽ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിക്കാൻ തന്റെ മഹിമയുടെ വേഗാരുടനായി വരും, എന്നെ സഹായിക്കാൻ തന്റെ മഹിമയുടെ വേഗാരുടനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം 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 Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. അല്പനിമിഷം
ക്രൈസ്തവരോട് അല്പനിമിഷം നമുക്ക് ദൈവത്തെ ആത്മാവിൽ പാട്ടുകളൊക്കെ പാടി ആരാധിപ്പാൻ കർത്താവ് അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാട്ട് പാടിയ ആരാധനയിൽ നമ്മെ സഹായിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് കൊയർ ടീമിനോട് പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ചില മാസങ്ങൾക്ക് ശേഷം നമുക്ക് പ്രാർത്ഥനാ സംഘവുമായിട്ട് ദൈവസേനയിൽ കൂടി വരുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയല്ലോ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ഈ പ്രാർത്ഥനാ സംഗമം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന ഈ സൗദി അറേബ്യയിൽ ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനും ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് സമയം വേർതിരിച്ച് ദൈവസന്നിധിയിലായിരിക്കാം കർത്താവ് ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ആയിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഉള്ളത് നമ്മുടെ ദൈവവചനത്തിനകത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാകിയാൽ നമ്മളെ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. നിശ്ചയമായിട്ടും അത് ഈ രാജ്യത്തിനൊരു വലിയ വിടുതലിന് കാരണമായി തീരും. ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന ഒരു പ്രതിബന്ധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവവചനം കേൾക്കുന്നു, ആരാധിക്കുന്നു, ദൈവ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഈ രാജ്യത്തിന് വിടുതലായി തീരട്ടെ. നമുക്ക് ആത്മാർത്ഥതയോടെ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഏകാഗ്രതയോടെ കർത്താവ് നമ്മുടെ ഇടത്തുണ്ട്, നമ്മളായിരിക്കുന്നിടത്തുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ചില മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഗമം നമ്മൾ ഇങ്ങനെ നടത്തുവാൻ ഇടയായി തീർന്നത്. ഇത്രയും ദൈവമക്കൾക്ക് ഈ മീഡിയയിൽ അത് ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ പ്രത്യേകം കടന്നു വന്ന എല്ലാവരെയും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ ധ്വനിയുടെ ഡയറക്ടർ അയക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്ത് നമ്മളൊക്കെ അറിഞ്ഞിരുന്നത് പോലെ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ഉണ്ടായ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കർത്താവിന്റെ ദാസന്റെ പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകുവാനെത്തുന്നു. പ്രിയ ആന്റിക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ കുടുംബമായി ഈ പ്രവർത്തനങ്ങളുടെ നേതൃത്വം കൊടുക്കുവാൻ പിന്നെയും ദൈവം ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അത് കൈത്താങ്ങിൽ നൽകുകയും ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഈ ചാപ്റ്ററിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായി ചെയ്യുവാൻ കർത്താവ് നമ്മയും ബലപ്പെടുത്തട്ടെ. ഈ രാത്രി നമുക്കറിയാം സമയത്തിന്റെ പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ട്. തുടർന്ന് ദൈവവചനത്തിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സമയത്തെ വേർതിരിക്കണം. ഇന്ന് രാത്രിയിൽ ഈ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധി ഓരോ മിനിറ്റും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നാം പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. അനേക വിഷയങ്ങളുടെ മറുപടി നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ ശക്തരായി, പ്രത്യേകിച്ച് നമുക്കറിയാം ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അത്രമാത്രം ശക്തമായ അനർത്ഥങ്ങളും അപകടങ്ങളും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും ഒക്കെ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവസഭകളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ ലക്ഷ്യം തന്നെ പ്രാർത്ഥനയിലൂടെ കൈത്താങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പ്രാർത്ഥനയ്ക്കാണ് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേസമയം മറ്റെല്ലാ കാര്യങ്ങൾക്കും ആളുകൾ വർദ്ധിച്ചു വരുന്നു. പക്ഷെ പ്രാർത്ഥനയുടെ ഒരു കാര്യത്തിൽ മാത്രം ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം പറഞ്ഞാൽ പ്രാർത്ഥിക്കുവാൻ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധാനത്തിൽ
കടന്നു വരുവാൻ, ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ജോയിൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. വചനം പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം എന്ന് ദൈവവചനത്തിൽ കാണുന്നത് പോലെ നമുക്ക് നമ്മുടെ സമയങ്ങളെ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. പ്രാർത്ഥനയിലൂടെ അനേകരുടെ വിടുതലുകളെ കണ്ട് സന്തോഷിപ്പാൻ, രാജ്യങ്ങളുടെ വിടുതലിനെ കണ്ട് സന്തോഷിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം വിടുതൽ നൽകും? നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ദേശത്തിന്റെ വിടുതലിന് കാരണമായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അത് തുടർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. തുടർന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്ത് വേർതിരിക്കുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കുക. അപ്പോൾ തന്നെ മധ്യസ്ഥ ലീഡ് ചെയ്യാൻ വേണ്ടി കർത്താവിന്റെ ദാസി സിസ്റ്റർ സൂസൻ വർഗീസുകളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗില് ഇന്ന് രാത്രികാലം ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കിയല്ലോ. പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ഇടിവ് നിൽക്കുക, പ്രാർത്ഥനയാൽ കൈത്താങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യം. ആകയാൽ ഹല്ലേലൂയ ഈ മീറ്റിംഗില് ഇന്ന് രാത്രികാലം സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ ചെയർമാനായിട്ട് ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ കുടുംബം, അതുപോലെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ PG വർഗീസ്, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അനേക മാസങ്ങൾക്ക് ശേഷമാണ് KSA ചാപ്റ്റർ ഈ പ്രാർത്ഥനാ ധ്വനി ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം സഹായിച്ചത്. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും ജോലിയോടുള്ള ബന്ധത്തിലുള്ള ദൈവദാസന്മാരാണ്, പ്രത്യേകിച്ചും ഈ രാജ്യത്തായിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചിലെ ആമേൻ കൊയറാണ് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്തത്. അവരുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാല് ആമേൻ, ഏതാണ്ട് 3/4 മണിക്കൂർ യാത്ര ചെയ്ത് 7 മണിക്കുള്ള ഡ്യൂട്ടി പഞ്ച് ചെയ്തിട്ടൊക്കെ കയറി വരുന്ന സഹോദരന്മാരാണ്. ഹല്ലേലൂയ. അത്രത്തോളം കഷ്ടപ്പാടും ബദ്ധപ്പാടും അവരുടെ ജോലി തിരക്കിന്റെ ഇടയിലും ആമേൻ ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സഹോദരങ്ങൾ കടന്നു വന്നിട്ട് ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തില് ആയിരിക്കാൻ, ആ വർഷിപ്പിൽ അനുഗ്രഹിക്കപ്പെട്ട രീതി നടത്തുവാനും കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മെസ്സേജ് ഇന്ന് കൊടുക്കുന്നത് ഞങ്ങളുടെ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്രദറാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ദൈവസഭയായിട്ട് ഏത് കാര്യങ്ങൾ ആമേൻ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയും ആമേൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ശുഷ്കാന്തിയോടെ ഉത്സാഹത്തോടെ പ്രവർത്തിപ്പാൻ താല്പര്യത്തോടെ ആമേൻ ദൈവജനമായിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം ഒരുമിച്ച് ദൈവസന്നിധി കടന്നു വന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണല്ലോ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ഇല്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ നാളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഒരു സമാധാനമില്ല, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ, ദേശങ്ങളിൽ പ്രശ്നങ്ങളാണ്, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത്, യുവതലമുറകളെ ഓർത്ത് മാതാപിതാക്കൾ അയ്യം വിളിക്കുകയാണ്. അങ്ങനെ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവവചനം പറയുന്നത് പോലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി നീങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. രാജാക്കന്മാർക്ക് വേണ്ടി, ആമേൻ ഭരണാധികാരികൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ആമേൻ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധി നല്ലതും പ്രസാദകരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വളരെ അടിവരയിട്ട് ആമേൻ ഹല്ലേലൂയ നാം വളരെ ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തതായിട്ടുള്ള ഒരു ഭാഗമാണത്. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധി നല്ലതും പ്രസാദകരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവസന്നിധി നല്ലതെന്ന് പറയുന്നത്
പ്രസാദകരം എന്ന് പറയുന്നത് ഇടിവിൽ നിൽക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ പലപ്പോഴും ഇടപെടുന്ന വിഷയങ്ങളാണ്. 28 സംസ്ഥാനങ്ങളിലുള്ള ദൈവദാസന്മാര്, ദൈവസഭകള്, അനേക ദൈവദാസന്മാര് കഷ്ടത്തിലും പ്രശ്നത്തിലും പ്രതികൂലത്തിലും കൂടി കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കംഫോർട്ട് സോണിലാണ് ഇരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവരെ കുറിച്ച് എത്രത്തോളം നമുക്കൊരു ഭാരമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദുഃഖം അനുഭവിക്കുന്നവരെ ഓർത്ത് യേശുവിന്റെ നാമം, യേശുവിന്റെ വചനവും നിമിത്തമാണ് അവർ ഈ കഷ്ടം അനുഭവിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ലോകത്തിലെ ഒരു തെറ്റും ചെയ്തിട്ടല്ല, മാനുഷികമായി യാതൊരു തരത്തിലുമുള്ള തെറ്റ് ചെയ്തിട്ടല്ല ഹല്ലേലൂയ അവർ ശിക്ഷ അനുഭവിക്കുന്നത് യേശുവിന്റെ വചനവും യേശുവിന്റെ നാമവും നിമിത്തമാണ്. അങ്ങനെയുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം അത് ചെയ്തില്ലെങ്കിൽ വേറെ ആരാണത് ചെയ്യുന്നത്? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഏത് സൂം മീറ്റിങ്ങുകളിൽ നോക്കിയാലും, എവിടെ മീറ്റിങ്ങുകളിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രികാലവും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാകയാൽ ആരും ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ എന്റെ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാർക്ക് വേണ്ടി നീക്കുപോക്ക് നൽകി രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ, ജയിലറുകളിൽ കിടക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. ഇന്നും ജാമ്യം കിട്ടാതെ അനേക ദൈവദാസന്മാര് കഷ്ടത്തിന്റെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അവരുടെ ഹല്ലേലൂയ കുടുംബത്തെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ, അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലായിരിക്കുന്ന ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഇതോരോ കാര്യങ്ങളും അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ കുഞ്ഞുങ്ങൾ വേണ്ടുന്ന ആഹാരമില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, ഏതെല്ലാം രീതിയിൽ ഭാരപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള അനേകരെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയുന്നു. അതുപോലെ ആലയം പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ട്. ഒരാലയം പണിയുവാൻ വളരെ ആഗ്രഹത്തോടെ നാളുകൾ കൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. ഒരാലയം പണി നടത്തുവാൻ കഴിയുന്നില്ല. അതുപോലെ അതോടൊപ്പം തന്നെ കേരളത്തിലെ 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മഴയുടെ കെടുതി നിമിത്തം ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകാതെ വണ്ണം അല്ലെങ്കിൽ ദൈവം എല്ലാവരെയും സൂക്ഷിക്കേണ്ടതിനായി, കരുതേണ്ടതിനായിട്ട് ഇന്ത്യയെ ഓർത്ത്, പ്രത്യേകിച്ചും കേരളത്തെ ഓർത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുല്ലപ്പെരിയാർ ഡാം, അത് ഒരു ഭാരവും പ്രയാസവും ഒന്നും ഉണ്ടാകാതെ ഹല്ലേലൂയ ഒരു കേടും സംഭവിക്കാതെ എല്ലായിടങ്ങളിലും ദൈവം സൂക്ഷിക്കേണ്ടതിന്, ആ ഡാമിന് ഒരു പ്രയാസങ്ങളും പൊട്ടലുകളും ഒന്നും ഉണ്ടാകാതിരിക്കേണ്ടതിന് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് റിയാദിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ എൽസി, ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരി പ്രാർത്ഥിക്കുന്നതായി. Praise God, Jesus. Hallelujah. എൽസി റനി നെറ്റില്ലാത്തതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സമയത്ത് റീജി അങ്ങ് പ്രാർത്ഥിരുന്ന. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, വാഴ്ത്തുന്നു. ദൈവമേ സ്തോത്രം. പ്രാർത്ഥനയുടെ ബന്ധത്തിൽ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേക കർത്താവെ പറയപ്പെട്ട വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആമേൻ. കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. അവിടെയുള്ള ഓരോ സംസ്ഥാനങ്ങളെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, അനേക ദേവദാസന്മാർ ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളുമായിരിക്കുന്ന കർത്താവെ. ആമേൻ. സ്തോത്രം. കർത്താവെ, പലരും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അറിയാതെ ഹല്ലേലൂയ സ്തോത്രം കുഗ്രാമങ്ങളിലൊക്കെ ആയിരിക്കുന്നു കർത്താവെ. അവിടെയൊക്കെ അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് കർത്താവെ. ഞങ്ങൾ ഈ നിമിഷത്തിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കർത്താവെ അവരോട് കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അങ്ങയുടെ കൃപയാൽ സാന്നിധ്യത്താൽ അവരെ നിറക്കി വരാണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് കൊടുക്കണമേ. ആമേൻ.
കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേൻ. ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നവരുടെ കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങൾ കൊണ്ട് ആമേൻ സ്തോത്രം കർത്താവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവ്, ഈ ലോകത്തിന്റെ അവസാന സ്തോത്രം ഈ സമയത്ത്, അന്ത്യസമയത്ത് കർത്താവെ ഹല്ലേലൂയ, പലവിധമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ ദൈവമക്കൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങൾ സ്തോത്രം നേരിടുന്നുണ്ട് കർത്താവെ. ആ വിഷയങ്ങളെയൊക്കെ എന്റെ സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമനപ്പെട്ട ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നെഹോയുടെ കൃപയും സാന്നിധ്യം ഇറങ്ങി അതിന്മേൽ ഒരു അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം എത്താത്ത സ്ഥലങ്ങളിലൊക്കെ കർത്താവെ ആ ദേവദാസന്മാരെ അയക്കുമാറാകണമേ. ആമേൻ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവെ ആമേൻ അനേകര് ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിനെ രക്ഷിതാവെ സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. ഓരോ സംസ്ഥാനങ്ങളെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഓരോ നഗരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ ആമേൻ. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്രം കർത്താവെ. വചനം പറയുന്ന പോലെ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ലോകത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അറ്റം വരെയും പോയി സുവിശേഷം അറിയിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ, ഓരോ ദേവദാസന്മാരും കർത്താവ് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശേഷ കർത്താവെ, കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തി നിങ്ങൾ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വർഷിപ്പിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മുന്നോട്ടുള്ള ഓരോ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഓരോ പ്രോഗ്രാമിനെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചന ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. ദൈവം കൂടെയും സഹായിക്കണം. മതിയോടന്തം കർത്താവിന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 സിസ്റ്റർ റീജ ആമേൻ ഈ സഭയുടെ ഒരു വർഷിപ്പ് ലീഡറാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ. അടുത്തതായിട്ടുള്ള വിഷയം ഇന്ന് എല്ലാവരും ഭാരപ്പെടുന്നതായിട്ടുള്ളത് ആമേൻ മക്കളെ ഓർത്ത്, യുവ തലമുറകളെ ഓർത്ത് പ്രത്യേകിച്ചും അനേക മാതാപിതാക്കൾ നിലവിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹാലേലൂയ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിട്ട്, മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അനുസരണമില്ലാത്തവരായിട്ട്, ഹാലേലൂയ, തന്നിഷ്ടക്കാരായിട്ട്, ദൈവഭയമില്ലാത്തവരായിട്ട് ഒരു കൂട്ടം യുവ തലമുറകള് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തില് ഹല്ലേലൂയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ആമേൻ ലോകസ്നേഹികളായിട്ട് ഹല്ലേലൂയ വളരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളില് പഠിക്കുവാനായിട്ട് കടന്നുപോയ പ്രിയപ്പെട്ടവരുണ്ട് യുവ തലമുറകള്. അവർക്ക് അവിടെ ആരാധന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആരാധനയ്ക്ക് പോകാത്തവരുണ്ട്. ഹല്ലേലൂയ. അവർ മാതാപിതാക്കളെ വിട്ട് സ്വന്തം ദേശം വിട്ട് കടന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വേദനയോടെ ഭാരത്തോടെ ആമേൻ കണ്ണുനീരോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നശിച്ചു പോകുന്ന യുവ തലമുറകളെ ഓർത്ത് ആമേൻ പഠിക്കുവാനായിട്ട് വിവിധ രാജ്യങ്ങളിൽ പോയ ആമേൻ ഹല്ലേലൂയ യുവ തലമുറകൾ ദൈവം ഭയമുള്ളവരായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. അതുപോലെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ആമേൻ വിവാഹം നടക്കാത്ത അനേക പ്രിയപ്പെട്ടവരെ കുറിച്ച് ആമേൻ ഞാൻ ഇങ്ങനെ സൂം മീറ്റിംഗ് ഒക്കെ നടത്തുന്നതുകൊണ്ട് എനിക്കും അറിയാം. പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് എടുത്തിത് പറയുന്നത്. ഹല്ലേലൂയ. വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവര്, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവര് ആമേൻ, അതുപോലെ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ജോലി ലഭിക്കാതെ ആയിരിക്കുന്നവര്, അതുപോലെ അനേക യുവ തലമുറകൾ ഈ നാളുകൾ രക്ഷിക്കപ്പെടാനുണ്ട്, സ്നാനപ്പെടാനുണ്ട്. ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ള ഒരു കൂട്ടം യുവ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കണം. അനേക ദൈവദാസന്മാര് പോലും പറയുന്നുണ്ട്, ഞാനെടുത്ത ഈ ബൈബിൾ ഒന്ന് ചുമക്കുവാൻ എന്റെ മകനെ ദൈവം ഒന്ന് ഒരുക്കിയിരുന്നെങ്കിലെന്ന്. എന്നാൽ ആ ബൈബിൾ ചുമക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ യുവ തലമുറകൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഈ യുവ തലമുറകളുടെ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ആമേ സിസ്റ്റർ മഞ്ജു പുനൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മഞ്ജു, സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. മഞ്ജു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധനായ Praise God, Jesus. Glory Baba, Shikari Baba. Praise the Lord. നെറ്റിന്റെ പ്രോബ്ലം ആണോ? ഹല്ലേലൂയ. നെറ്റിന്റെ പ്രോബ്ലം ആണ്. പുന്നം ബ്രദർ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾക്കാവോ? കേൾക്കാം. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കാവോ? കേൾക്കാം. വീഡിയോ ഇടണ്ട, പ്രാർത്ഥിച്ചോ. കേൾക്കാമോ? കേൾക്കാം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്നപ്പ ഈ രാത്രികാലം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ പാതയുടെ അടുത്ത് വരുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദേശത്തിന്റെ വിവിധ ഇടങ്ങളിലായി കർത്താവെ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും മുക്തപ്പെടുത്തുവാനും സ്വർഗ്ഗം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പറയപ്പെട്ട വിഷയവുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. അടിയങ്ങളുടെ യുവതലമുറകളെ ഓർത്ത് കർത്താവെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവെ വിവിധ ഇടങ്ങളിൽ കർത്താവെ, ഹല്ലേലൂയ, പഠനത്തോടുള്ള ബന്ധത്തില് ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ സമയം അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരൊക്കെ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കൃപയും സാന്നിധ്യത്തോട് കൂടിയിരുന്ന കർത്താവെ, ഹല്ലേലൂയ, ആത്മീയമായി ഭൗതികമായി കർത്താവരെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ ഹല്ലേലൂയ കർത്താവെ. യുവതലമുറകളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കർത്താവെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് അനേക തലമുറകളുണ്ട്. അവരെല്ലാം കർത്താവെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ദൈവത്തിന്റെ ആത്മാവെ അവരെ മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സത്യദൈവത്തെ അറിയുവാനും സത്യവരെ സ്വന്തമാക്കുവാൻ തൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന അനേക ഭവനങ്ങൾ കർത്താവെ, അനേക മാതാപിതാക്കൾ വേദനയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരുവേൻ അറിയിച്ചതിനായി കർത്താവെ, നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കർത്താവെ കരയുവാൻ നിൽക്കണം കർത്താവെ. ദിവസം നേടിയിരിപ്പാൻ ആഘോഷിപ്പാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ് കർത്താവെ. നിങ്ങളുടെ അഭിപ്രായമായ കുഞ്ഞുങ്ങളെ എല്ലാ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. തക്ക സമയത്ത് കർത്താവ് അവർക്ക് വേണ്ടി അത് അനുഗ്രഹിക്കപ്പെട്ട ഗുണങ്ങളെ ഒരുക്കി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ ഹല്ലേലൂയ, സ്തോത്രം കർത്താവിന് കരങ്ങളില്ല സമസ്ത വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, സ്തോത്രം ചെയ്യുന്ന മീറ്റിംഗിലായിരിക്കുന്ന എന്റെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തരികയാണ് കർത്താവെ, സ്തോത്രം കർത്താവെ. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ ആത്മാവി രാത്രികാലം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ എല്ലാവർക്കും കൂടി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ് കർത്താവെ. അല്ലെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കണമേ, അനുഗ്രഹത്തോടെ അടികൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധാത്മാവ് ഭരിച്ചു വഴി നടത്തിയാട്ടെ. ഇത്രത്തോളം ഇസ്രായേലികളോട് കൂടി ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല നന്മകൾക്കായി സ്തുതിക്കുന്നു. സകലോടിന് വേടിച്ചു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. പ്രഭു നിക്കലക്രമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് ഹല്ലേലൂയ പ്ലാറ്റ്ഫോമിൽ കൂടി ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ബെൻസൺ ദാനിയേൽ പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ അനർത്ഥം. ഹല്ലേലൂയ. നമ്മളെല്ലാം വളരെ വേദനയോടെ ഭാരത്തോടെ ആമേൻ ദേവദാസനെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് എനിക്ക് ഓർക്കുമ്പോൾ വളരെ ഹല്ലേലൂയ ആമേൻ തകർന്ന ഹൃദയത്തോടെയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ശക്തരായിട്ട് നിൽക്കുന്ന അനേക വിഷയങ്ങൾ ദൈവത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നൂറ് കണക്കിന് വിഷയങ്ങൾ ആമേൻ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ഹല്ലേലൂയ. അവർക്കുണ്ടായ അനർത്ഥത്തിൽ ഹല്ലേലൂയ നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ച വിഷയങ്ങളാണ്. എന്നാൽ ഇന്ന് ദൈവം വിടുതൽ കൊടുത്ത് കഴിഞ്ഞ ദിവസങ്ങൾ സൗഖ്യത്തോടെ കാണുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ ഇപ്പോൾ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ ഉണ്ട്. ലോകരാജ്യങ്ങളിൽ സമാധാനം ലഭിക്കണം. ആമേൻ. അമേരിക്കയിലുണ്ടായ മിന്നൽ പ്രളയത്തില് അനേകരും മരിച്ചു, അനേകരെ കാണാതായി. ഈ വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ചുരുക്കമായിട്ട് എൽസി സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എൽസി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് രാത്രികാലം കൂടുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പിച്ച അങ്ങയുടെ പാദപീഠത്തിലേക്ക് പറയപ്പെട്ട വിഷയങ്ങളെ ഒക്കെ ഏൽപ്പിക്കുകയാണ്. ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവെ ദേവദാസനെ കുടുംബത്തെയും പിന്നെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകരാജ്യങ്ങളിൽ സമാധാനം അയക്കുമാറാകണമേ കർത്താവെ. അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന മിന്നൽ പ്രളയത്തില് ഹല്ലേലൂയ ആമേൻ അനവധി പേര് ആമേൻ നഷ്ടപ്പെട്ടു, കാണാതായി. ആ വിഷയത്തിന്റെ മേലൊക്കെ ദൈവം പ്രവർത്തിക്കണമേ. പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും ഉണ്ടാകാതെ ദൈവം കരുതണമേ. തുടർന്നുള്ള ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി
കർത്താവിന്റെ ദാസനെ ദൈവം ഒരുക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാ വിഷയങ്ങളെയും പൊന്നുപാദവിടത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. Praise the Lord. ആമേൻ. സ്തോത്രം. അനുഗ്രഹീതമായ നിലയിൽ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി, പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. എല്ലാവരെയും സ്തോത്രം. എല്ലാവരും ഓൺലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് നമ്മള് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ വീഡിയോ ഓൺ ചെയ്തിരിക്കുവാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വചന സംസാര സമയത്ത് വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നത് ഒരു ഭംഗിയായിരിക്കും. പ്രത്യേകം ആ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് റോബിൻ അവറുകളാണ്. തുടർന്നുള്ള സമയങ്ങൾ പ്രിയ സഹോദരൻ, പ്രിയ കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവെ നമ്മളോട് സംസാരിക്കും, നമ്മളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയപ്പെട്ട കർത്തദാസനെ ദൈവവചന സംസാരത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കളെല്ലാം ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന എന്ന ഈ സൂം മീറ്റിംഗിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, അതുകൊണ്ട് തന്നെ സൗദിയിലെ പ്രാർത്ഥന ധ്വനിയുടെ ചെയർമാൻ PG വർഗീസ് അവറുകൾ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത എന്റെ സഹോദരങ്ങൾ, രഹബോത്ത് സഭയുടെ കൊയർ ടീം, പ്രാർത്ഥനാ സെഷൻ ലീഡ് ചെയ്ത പാസ്റ്റർ ആൻഡി, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ പുന്നൻ അബ്രഹാം, ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ വിലയേറിയ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അധികം മുഖവരെയൊന്നും പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാതെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. എനിക്ക് വഴികാട്ടിയായി നടക്കുന്ന എന്റെ രണ്ട് ദൈവദാസന്മാരുടെ കാര്യം. ഒന്ന് ഡൽഹിയിലായിരിക്കുന്ന ബിനു ടി ജോൺ, അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവസഭയിലെ ഇപ്പോഴത്തെ ദൈവസഭയിലെ ദൈവദാസൻ പാസ്റ്റർ CT വർഗീസ് അവരുകളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു പ്രത്യേകം. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവൾ 1 മണിക്കൂറത്തെ ഒരു ലീവ് എടുത്താണ് ഇപ്പോൾ ഇവിടത്തേക്ക് ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മാതാവ് കണ്ണുനീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എനിക്കറിയാം ഒത്തിരി സമയം മുന്നോട്ട് പോയി, ഇന്ത്യൻ ടൈം എനിക്കറിയാം ഇപ്പൊ നല്ലതായിട്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങളൊക്കെ ഉറക്കത്തിന്റെയൊക്കെ ഒരു സമയത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ നമുക്ക് ദൈവവചനം പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഏലിയാവിനെ പോലെ ഞാൻ ഓടാം ദൈവവചനമായിട്ട്, നിങ്ങൾ എന്റെ പുറകിന് ഓടണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വേദപുസ്തകം ചരിത്ര സത്യ വേദപുസ്തകമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ചരിത്രവും സത്യവും പ്രവചനങ്ങളും ഒരുപോലെ വ്യാഖ്യാനിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ഓരോ കാലഘട്ടങ്ങളിലെയും ചരിത്ര സത്യങ്ങൾ ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്കായിട്ട് ആദ്യമായിട്ട് നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവചനം 2-ാമത്തെ അധ്യായം 44-45 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയമായും അർത്ഥം സത്യവുമാകുന്നു. ആമേൻ. മതി. അല്ലെ, നമുക്ക് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വചനത്തിൽ കൂടി സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ഹൃദയത്തോട് ടച്ച് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവമേ നാമത്തിന് പ്രയോജനപ്പെടുന്നവരായി ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോരുത്തരും മാറണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
ഹല്ലേലൂയ സ്തോത്രം. ഡാനിയൽ പ്രവചനം 2-ാമത്തെ അധ്യായം 44-45 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഡാനിയൽ പ്രവചനം പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണെന്ന് നമുക്കറിയാം. അപ്പൊ പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം ഏതാ? വെളിപ്പാട് പുസ്തകം. ഇതിന് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് അപ്പോകലിപ്റ്റിക്കൽ റൈറ്റിംഗ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഭാവികാല പ്രവചനങ്ങൾ ഇതിനകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇത് രണ്ടിനുമായിട്ടുള്ള ഒരു പ്രത്യേകത. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഡാനിയൽ പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ ഡാനിയലിനെ കുറിച്ച് പറയണമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഡാനിയലിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവിശ്വാസികൾക്ക് പോലും ആരെ അറിയാം? ഡാനിയലിനെ അറിയാം. അതെന്തുകൊണ്ടാണ് ഡാനിയലിനെ അങ്ങനെ അറിയാവുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഡാനിയൽ പ്രവചനം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഡാനിയൽ ഒരു ഉത്കൃഷ്ട മാനസനായിരുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് പറയുന്നത്? ഡാനിയൽ ഒരു ഉത്കൃഷ്ട മാനസനായിരുന്നു. എന്താണ് ഈ ഉത്കൃഷ്ട മാനസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ എപ്പോഴും വായിക്കുന്ന വാക്യമാണിത്. ഹല്ലേലൂയ സ്തോത്രം. ഡാനിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, BC 605 ഏകദേശം 15 വയസ്സുള്ളപ്പോൾ തന്റെ യുവത്വത്തിൽ എങ്ങോട്ട് പോയി? ബാബേലിലേക്ക്, പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. തന്റെ ദേശം വിട്ട് വേറൊരു ദേശത്തേക്ക് പോയൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ പല രാജാക്കന്മാർ ഭരിച്ചപ്പോഴും, ഹല്ലേലൂയ നമ്മൾക്കറിയാം, ബൈബിൾ വായിക്കുമ്പോഴറിയാം, കോരശും നെബൂഖദ്നേസറും ഒക്കെ ഭരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ നടുവിൽ അവരോട് കൂടെ ആ ഒരു ഉന്നത സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം ആരിരുന്നു? ദാനിയേൽ ഇരിക്കുവാൻ തക്കവണ്ണമിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ എവിടെ ഇരിക്കുവാൻ തക്കവണ്ണമിടയായി? പല രാജാക്കന്മാർ മാറി വന്നപ്പോഴും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചില്ല? ഒരു സ്ഥാനം സംഭവിച്ചില്ല? സ്ഥാനമാറ്റം ഉണ്ടായില്ല. അതിനെന്താണ് കാരണം? ഹല്ലേലൂയ. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഡാനിയൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. എന്താണ് ഈ ഉത്കൃഷ്ട മാനസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പല രാജാക്കന്മാർ ഭരിച്ചപ്പോഴും അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. ആര്? ഹല്ലേലൂയ സ്തോത്രം, ഡാനിയൽ. ഡാനിയലിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഉന്നത സ്ഥാനത്തിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനൊരു മാറ്റം സംഭവിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ സമൂഹത്തിലെ നാം ഓരോരുത്തരും ആയിരിക്കുന്നവര് ഇത് ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികൾ പോലും ഹല്ലേലൂയ സ്തോത്രം ഡാനിയലിനെ കുറിച്ച് അറിയും. ഹല്ലേലൂയ സ്തോത്രം. സമകാലീനായ യെഹെസ്കേൽ പ്രവാചകൻ, അതായത് ഹല്ലേലൂയ സ്തോത്രം, ഡാനിയലിനെ കുറിച്ച് പറയുന്നത് ഡാനിയൽ ഒരു നീതിമാനായിരുന്നു. യെഹെസ്കേൽ പ്രവചനം 14-20 വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ ഒരു ദേവദാസിനെ മറ്റൊരു ദേവദാസിന് ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയാകുമോ? സമകാലീനായ യെഹെസ്കേൽ പ്രവചനം, ഈ പ്രവാചകൻ പറയുകയാണ് ഡാനിയൽ എന്താണ്? ഒരു നീതിമാനാണ്. ഹല്ലേലൂയ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? തന്റെ വിശ്വാസം, തന്റെ പ്രാർത്ഥന, തന്റെ ധൈര്യം, തന്റെ സ്ഥിരത, വിട്ടുവീഴ്ചയുടെ അഭാവം, ഇല്ലാത്ത അവസ്ഥ എന്നിവയിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു? സവിശേഷതയുള്ളതായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരാകും? ഈ സ്വഭാവങ്ങളെല്ലാം ഉള്ള ഒരാളായിരുന്നു ആര്? ദാനിയേൽ. അതുകൊണ്ടാണ് ഡാനിയൽ എന്ത് സംഭവിച്ചത്? ഡാനിയലിനെ ഉത്കൃഷ്ട മാനസൻ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം. ഡാനിയൽ പ്രവചനം 2-44-45 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും, എന്നേക്കും അത് നിലനിൽക്കും. ഈ പ്രവചനം, ഹല്ലേലൂയ സ്തോത്രം, ഡാനിയൽ എന്താണ് സംഭവിച്ചത്? ഡാനിയൽ പ്രവചനം 2-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. എന്ത് മനസ്സിലാവും? ഡാനിയൽ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്ത് ചെയ്തു? മറന്നുപോയി. ആര് മറന്നുപോയി? ഈ രാജാവ് മറന്നുപോയി. ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടത് മറന്നുപോയെങ്കിലും ദൈവം ദർശനത്തിൽ ദാനിയേലിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. സ്വപ്നം കണ്ടത് ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ആർക്ക്? ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ആ സ്വപ്നം എന്തായിരുന്നു? ഡാനിയൽ കണ്ട ദർശനത്തിലും ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നവും ഒന്ന് തന്നെയായിരുന്നു. ദർശനം ഇതായിരുന്നു, വലിയൊരു ബിംബം, അത് പല ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അല്ലെ, ഇന്നിവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ദേവദാസി പറഞ്ഞു, അല്ലെ, പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ ഒരു അന്ത്യമില്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഡാനിയൽ കണ്ട ദർശനം വലിയൊരു ബിംബം, അത് പല ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതിന്റെ തല എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്? 31-ാമത്തെ ഭാഗം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. രാജാവിന്റെ ദർശനമോ വലിയൊരു ബിംബം,
വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ഒരു ബിംബമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ തല എന്തുകൊണ്ടുള്ളതായിരുന്നു? തങ്കം കൊണ്ടുള്ളത്, സ്വർണം കൊണ്ടുള്ള തലയായിരുന്നു. നെഞ്ചും കൈകളും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കാലും പാദങ്ങളും വിരലുകളും കളിമണ്ണും ഇരുമ്പും കൂടെ ചേർന്നതായിരുന്നു. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല്, ഹല്ലേലൂയ, സ്തോത്രം, അന്ന് എവിടാണ് അടിച്ചത്? ഹല്ലേലൂയ, ഈ കാലിലും പാദത്തിലും അടിച്ചത്, അല്ലാതെ ഹല്ലേലൂയ, സ്തോത്രം, തലയിലോ നെഞ്ചത്തോ അല്ല. അവിടെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. കൈ തൊടാതെ വന്ന കല്ല് എവിടാണ് അടിച്ചത്? പാദത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ ദർശനത്തിലൂടെ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു പറയുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്താണ്? കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്നു, ആ ബിംബത്തെ തകർക്കുകയും ആ ചെറിയ കല്ല് പിന്നത്തേതിൽ വലിയ പർവ്വതമായി മാറുകയും ചെയ്തു. ഹല്ലേലൂയ. ഈ ദാനിയേൽ കണ്ട ദർശനം എന്തായിരുന്നു? പ്രധാനമായും 4 രാജ്യങ്ങളുടെ വെളിപ്പാടാണ് ദാനിയേൽ ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരാൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയതാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ്? ഹല്ലേലൂയ, 4 രാജ്യങ്ങളുടെ വെളിപ്പാട്. തങ്കം കൊണ്ടുള്ള തല അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. അത് ബാബിലോൺ സാമ്രാജ്യം തന്നെയാണ്. അതായത് അത് നെബൂഖദ്നേസർ രാജാവിന്റെ സാമ്രാജ്യം തന്നെയാണ്. യെശയ്യാവ് 14:4 പറയുന്നു, നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും, പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി, സ്വർണ്ണ നഗരം ഇങ്ങനെ മുടിഞ്ഞുപോയി. ഹല്ലേലൂയ. രണ്ടാമത്തെ രാജ്യം, ഈ നെബൂഖദ്നേസറിന്റെ രാജ്യത്തെ ഹല്ലേലൂയ തകർത്തുകൊണ്ട് രണ്ടാമത് വന്ന രാജ്യമാണ് നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത്. അതായത് മേദ്യ പേർഷ്യ സാമ്രാജ്യം. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം സൈറസ്, കോരസിനെ കുറിച്ചൊക്കെ അവരുടെ സഖ്യമായിരുന്നു മേദ്യ പേർഷ്യ സാമ്രാജ്യം. എന്നാൽ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് മൂന്നാമതൊരു സാമ്രാജ്യം വന്നു. ഈ പ്രതിമയിൽ നോക്കിക്കേ, തങ്കം, അതിനുശേഷം എന്താണ്? വെള്ളിയും. മൂന്നാമത് വരുന്ന രാജ്യമാണ് ഹല്ലേലൂയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ രാജ്യം, അതായത് ഗ്രീക്ക് സാമ്രാജ്യം. അലക്സാണ്ടർ പല രാജ്യങ്ങളും പിടിച്ചടക്കി. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം വളരെ വലുതായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തെ കണ്ടിട്ട് അലക്സാണ്ടർ ഇങ്ങനെ പറയുമെന്നൊക്കെ ഇവിടെയായി, ഇത് ഒരു രാജ്യമായിരുന്നെങ്കിൽ ഇതിനെയും ഞാൻ വെട്ടിപ്പിടിച്ചേനെയെന്ന്. ഹല്ലേലൂയ. പല രാജ്യങ്ങളും പിടിച്ചടക്കിയ അലക്സാണ്ടർ ഹല്ലേലൂയ പാലസ്തീനിലെ ഗസയിലേക്ക് പോയി. ഗസ പിടിച്ചെടുത്തതിനു ശേഷം യെരുശലേമിലേക്ക് പോയി. എന്നാൽ യെരുശലേമിൽ ഹല്ലേലൂയ അദ്ദേഹത്തിന് വലിയൊരു അത്ഭുതം കാണുമെന്നൊക്കെ ഇവിടെയായി. എന്താണെന്ന് വെച്ചാൽ ഈ ലോക രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചത് യുദ്ധത്തിലൂടെ ആയിരുന്നെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, യെരുശലേമിൽ ചെന്നപ്പോൾ യെരുശലേമിൽ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അദ്ദേഹത്തിന് തന്നെ വലിയ ആശ്ചര്യം തോന്നുമെന്നൊക്കെ ഇവിടെയായി. അദ്ദേഹത്തിനെ മാലയിട്ട് അദ്ദേഹത്തിന് ഗിഫ്റ്റുകൾ കൊടുത്തുമാണ് ഹല്ലേലൂയ, സ്തോത്രം, അവരെ സ്വീകരിച്ചത്. അന്നത്തെ മഹാപുരോഹിതനായ ജോധ ഇവരെല്ലാം കൂടെ ചേർന്ന്, എല്ലാവരും കൂടെ ചേർന്ന് അലക്സാണ്ടറിനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു, ആനയിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ അലക്സാണ്ടർ ചോദിക്കുകയാണ്. അലക്സാണ്ടറിന് വലിയ അത്ഭുതമുണ്ട്. അലക്സാണ്ടർ ജോധയോട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ എന്താണ് എന്നോട് യുദ്ധം ചെയ്യാത്തത്? അപ്പോൾ ആ മഹാപുരോഹിതൻ ഹല്ലേലൂയ യഹൂദന്മാരുടെ മതഗ്രന്ഥം എടുത്തു, ഈ ദാനിയേൽ പ്രവചനം എടുത്താണ് വിവരിച്ചു കൊടുത്തത്. ഹല്ലേലൂയ മൂന്നാമത്തെ ഒരു രാജ്യം ഉത്ഭവിക്കുകയും അത് യവനായ രാജ്യമായിരിക്കുമെന്ന് പറയുകയും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. അലക്സാണ്ടറിന്റെ പേര് അവിടെ എടുത്തു പറഞ്ഞില്ലെങ്കിലും ആ പ്രവചന നിവൃത്തി എങ്ങനെ ഉണ്ടായി, ദൈവം പറഞ്ഞ ആ പ്രവചന നിവൃത്തി അവിടെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഹല്ലേലൂയ യെരുശലേം നിവാസികളും അവിടുത്തെ ഹല്ലേലൂയ പുരോഹിതന്മാരും ആരെ സ്വീകരിക്കാൻ തക്കൊണ്ട് തയ്യാറായത്? അലക്സാണ്ടറിനെ സ്വീകരിക്കാൻ തക്കൊണ്ട് തയ്യാറായത്. ഇത് അലക്സാണ്ടറിന് എന്ത് സംഭവിച്ചു? യഹൂദന്മാരുമായിട്ട് നല്ലൊരു സൗഹൃദത്തിൽ ഇടയാക്കി. ഈ അലക്സാണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ ഒരു സ്വപ്നമായിരുന്നു, ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു സംസ്കാരം എന്നൊക്കെ ഉള്ള ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ അതിന്റെ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാവും, തന്റെ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ദൈവം അതിന് ഹല്ലേലൂയ അനുവദിച്ചില്ല. ഇനി 4-ാമത്തെ സാമ്രാജ്യമോ അത് റോമ സാമ്രാജ്യമായിരുന്നു. അലക്സാണ്ടറിന്റെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യം പൂരെ ക്ഷയിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. വേറൊന്നും കൊണ്ടല്ല, അത് 4 സൈന്യാധിപന്മാർ അത് ഏറ്റെടുക്കുക എന്നൊക്കെ ഇവിടെയായി. അങ്ങനെ അത് ക്ഷയിച്ചു. അതിനുശേഷം വന്നതാണ് 4-ാമത്തെ സാമ്രാജ്യം, റോമ സാമ്രാജ്യമായിരുന്നു. ഇരുമ്പ് പോലത്തെ സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാം റോമൻ കാലയളവിലെ ആ ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമല്ലോ.
ഹല്ലേലൂയ സ്തോത്രം. റോമ സാമ്രാജ്യം ഉടലെടുത്തു. കാലം മുൻപോട്ട് പോകും തോറും റോമ സാമ്രാജ്യം ക്ഷയിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. റോമ സാമ്രാജ്യം ഭാഗികമായി തകർന്നുവെങ്കിലും അതിന്റെ സംസ്കാരം ഇന്നും നിൽക്കുന്നു. ഹല്ലേലൂയ. ഫ്രാൻസും സ്പെയിനും ഒക്കെ ഇന്നും പറയുന്നത് അവർ റോമ സംസ്കാരത്തിന്റെ ഹല്ലേലൂയ പിന്തുടർച്ചക്കാരാണെന്നാണ് പറയുന്നത്. നമുക്കും അറിയാലോ, നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ഉണ്ട് റോമൻ കത്തോലിക്സ്. ഹല്ലേലൂയ. അവരുടെ സംസ്കാരങ്ങളെല്ലാം, ഈ രാജ്യങ്ങളുടെ എല്ലാ സംസ്കാരങ്ങൾ ഇന്നും എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പ്രസന്റ് ടൈമിൽ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന് പിന്നിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇരുമ്പും കളിമണ്ണും ചേർന്നു. ഇരുമ്പും കളിമണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ എത്രയ്ക്ക് ബലമുണ്ടായിരിക്കും. അതുപോലത്തെ ഒരു രാഷ്ട്രം, ജനാധിപത്യ രാഷ്ട്രം, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ദാനിയേൽ കണ്ട ദർശനം എന്നാണ് അത് കണ്ടത്, എപ്പോഴാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവമക്കളെ, ദൈവം പ്രവചിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ദൈവം കാണിക്കുന്ന ദർശനങ്ങള് ഹല്ലേലൂയ ഒന്നും വ്യർത്ഥമല്ല, അത് സംഭവിക്കും. നമ്മൾ എത്രത്തോളം അടുത്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്ര സംഭവങ്ങൾ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ഇതിലാണ് കൈതൊടാതെ ഒരു കല്ല് വന്ന് പതിക്കുന്നത്. ദാനിയേൽ ഈ ദർശനം കണ്ടു, എങ്കിലും ഇതിന് നിവൃത്തീകരണം എവിടെ സംഭവിക്കുന്നത്? പുതിയ നിയമത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ കൈ തൊടാതെ വന്ന കല്ല് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കണ്ടത് നമ്മുടെ കർത്താവിനെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ തെളിവാണ് ഈ കാണുവാൻ കഴിയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ആരെങ്കിലും. അവിടെ വായിക്കുന്നത്, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ കണ്ട ദർശനത്തിന്റെ ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുന്നതായിട്ടാണ്. 1:14 ആരെങ്കിലും ഒന്ന് വായിച്ചേ. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കണ്ടോ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കണ്ടോ, ദാനിയേൽ കണ്ട ദർശനത്തിൽ കണ്ട ആ രാജ്യത്തെ കുറിച്ച് ഇവിടെ ആരാണ് പ്രസംഗിക്കുന്നത്? ഹല്ലേലൂയ, യേശുക്രിസ്തു തന്നെ പ്രസംഗിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. മത്തായി 4:23 നമ്മൾ വായിക്കുന്നു, യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോ പ്രസംഗത്തിന്റെ കാതലായ വിഷയം, യേശുവിന്റെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു. യേശുക്രിസ്തു പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദാനിയേൽ പറഞ്ഞ ദർശനത്തിന്റെയും രാജ്യത്തിന്റെ സമയം എത്തിയെന്നാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ വായിച്ചത്? അല്ലയോ, യേശു പഠിപ്പിച്ചു, മാനസാന്തരപ്പെടണം. നമ്മളൊക്കെ ഇന്ന് ഈ നിൽക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവരാജ്യത്തിനോട് എത്ര അടുത്തെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ലൂക്കോസ് 4:43 യേശു പറയുകയാണ്, പിതാവ് എന്നെ അയച്ചത് തന്നെ എന്തിനാണ്? ദൈവരാജ്യത്തെ കുറിച്ച് പറയുവാനാണ്. എന്താണ് 4:43 പറയുന്നു? പിതാവ് എന്നെ അയച്ചത് ദൈവരാജ്യത്തെ കുറിച്ച് പറയുവാനാണ്. ഇന്നത്തെ ടെക്നോളജിയും റോബോട്ടും അതുകൂട്ടുള്ള ലോകത്തിൻ്റെതായ മോഹങ്ങൾ കാരണം ഇന്ന് വിശ്വാസികളുടെ ഹല്ലേലൂയ സ്തോത്രം കണ്ണുകൾ പോലും മൂടിക്കെട്ടി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ബെനിഫിഷ്യറി ആകാനാണ് എനിക്ക് നിങ്ങൾക്കും താല്പര്യം. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തെ വിളിച്ച് ഈ ജഡത്തിൽ ഹല്ലേലൂയ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടുമോ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടമാണ് ഇന്ന് കൂടുതലും. എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ചാണ് യേശു പറയാണ്, പിതാവിനെ അയച്ചത് ദൈവരാജ്യത്തെ കുറിച്ച് പറയുവാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു തന്റെ പ്രസംഗത്തിലും തന്റെ ടീച്ചിങ്ങിലും ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോഴും വ്യക്തിപരമായി വന്ന ഒരു ശിഷ്യനോട് ഹല്ലേലൂയ സ്തോത്രം യേശുക്രിസ്തു എന്താണ് പറയുന്നത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്ക്. ഇനി 70 പേരെ തിരഞ്ഞെടുത്തപ്പോഴും അവർക്ക് കൊടുക്കുന്ന ദൗത്യം എന്താണ്? ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കണം. അതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? യേശു വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്താണ്? ദൈവരാജ്യം എന്നത്. എന്നാൽ ആത്മീയ സമൂഹം മറന്നു പോകുന്നു. ഞാനടക്കമുള്ള പ്രാസംഗികർ മറന്നു പോകുന്ന ഒരു കാര്യമാണ് എന്താണ്? ദൈവരാജ്യം എന്നത്. എന്നാൽ യേശുവിനും തന്റെ ശിഷ്യന്മാർക്കും ഇതൊരു മറവിയേ അല്ലായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് മറന്നു പോകുന്നത്? ഈ ജഡത്തിന്റെ കാര്യങ്ങളോടുള്ള പ്രസംഗങ്ങളാണ് കൂടുതലും കേൾക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ പലയിടത്തും ഹല്ലേലൂയ സ്തോത്രം പണ്ടത്തതിനെ അപേക്ഷിച്ച് പലരും ദൈവസന്നിധിയിലേക്ക് ഒഴുകി വരുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം കടന്നു വരുന്നത് യഥാർത്ഥ ദൈവരാജ്യത്തിലേക്കാണോ?
ശരിയായ ടീച്ചിങ് ആണോ ഇന്ന് നടക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാനും നിങ്ങളും ആകുന്നവര് ദൈവരാജ്യത്തിന് വേണ്ടിയാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതോ ഇവിടെ നശിച്ചു പോകുന്ന 70 80 വയസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 17:13 ഞാൻ തന്നെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ആദ്യം പൗലോസ് എന്താണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു രാജാവിന് കൊടുക്കുന്ന അഭിസംബോധനയാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തി 19:8 പറയുന്നു, ദൈവരാജ്യത്തെ കുറിച്ച് പൗലോസ് എന്ത് ചെയ്ത് ഡിബേറ്റ് ചെയ്തെന്നാ പറയുന്നത്. ഏകദേശം 14 ലേഖനങ്ങൾ എഴുതി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ച ഹല്ലേലൂയ, സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് ആണ് ഇവിടെ പറയുന്നത്. എന്ത് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി ദൈവരാജ്യത്തെ കുറിച്ച് എന്ത് ചെയ്ത് ഡിബേറ്റ് ചെയ്തെന്നാ പറയുന്നത്. താൻ ശുശ്രൂഷിച്ച സഭയിലും പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 20:25, അപ്പോസ്തല പ്രവൃത്തി 14:25 22 പൗലോസ് ഇവിടെ പറയുന്നു, നാം അനേകം കഷ്ടങ്ങൾ കൂടി എവിടെ കടക്കത്തുള്ളൂ? നമ്മൾ അനേകം കഷ്ടങ്ങൾ കൂടി മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കത്തുള്ളൂ. ഇന്നത്തെ സമൂഹത്തിന് കഷ്ടമെന്ന് പറയുന്നത് സഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ എന്താണ്? ഇന്ന് കഷ്ടം സഹിക്കാൻ, ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ആർക്കും കഴിയത്തില്ല. അതെങ്ങനെ? ദൈവത്തിന്റെ കൂടെ നടന്നെങ്കിൽ മാത്രമല്ലേ, യേശുവിന്റെ കൂടെ ജീവിച്ചെങ്കിൽ മാത്രമല്ലേ ആ കഷ്ടം സഹിക്കുവാൻ നമുക്കുള്ള കൃപ കിട്ടത്തുള്ളൂ. അവിടെയും പൗലോസ് പറയുകയാണ്, എങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കണം. റോമൻസ് 8:18 പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസ് പറയാ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എനിക്ക് ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്നെ ഇതൊന്നും, അതാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അഗബസ് എന്ന പ്രവാചകൻ പറയുന്നുണ്ട്, നീ യെരുശലേമിലേക്ക് പോയാൽ നീ കെട്ടപ്പെടും. അപ്പൊ പൗലോസ് പറയുകയാണ്, എന്നെ ബന്ധിക്കുമെന്നല്ലേ ഉള്ളൂ, അത് സാരമില്ല, യേശുവിന് വേണ്ടി എന്റെ പ്രാണൻ കൊടുക്കാനും ഞാൻ തയ്യാറാ. പിന്നാണോ എന്നെ ബന്ധിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കഷ്ടം സഹിക്കുവാൻ എന്തൊരുക്കണം? ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കഷ്ടം സഹിക്കണം. ഉൽപ്പത്തി 6:8 എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് എന്താണ് കൃപ ലഭിച്ചത്? എന്താണ് നോഹയ്ക്ക് കിട്ടിയ കൃപ? ആ കാലഘട്ടത്തിലും എന്ത് സംഭവിച്ചു? കൃപ ലഭിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ നോഹയ്ക്ക് എന്തുണ്ടായിരുന്നു? ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. കൃപ എന്നൊരു പദം ഇന്ന് പലപ്പോഴും വാണിജ്യവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു പദമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു പദമാണ്. കൃപ അതിന്റെ ആഴം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്. നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്തില്ലായിരുന്നു? ദൈവശബ്ദമില്ലായിരുന്നു. ദൈവശബ്ദം എന്ത് ചെയ്തിട്ടില്ല? കേട്ടിട്ടില്ല. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവശബ്ദം തിരിച്ചറിയാനുള്ള കഴിവ് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നോഹയ്ക്ക് മാത്രം കിട്ടിയ ഒന്നാണ്. അപ്പോൾ ദൈവശബ്ദം അത്രയും പാപപങ്കുലമായിട്ടുള്ള മ്ലേച്ഛത അധിവസിക്കുന്ന മോറൽ വാല്യൂസ് ഒട്ടുമില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ദേ വെയർ ലിവിങ് ആൻ ഇമ്മോറൽ ലൈഫ്. ഇന്നത്തെ സമൂഹത്തിലും അങ്ങനെയാണോ നടക്കുന്നത്? നിങ്ങൾ തന്നെ ഈ ലോകത്തിലേക്ക് നോക്കൂ. മൊറാലിറ്റി ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിലേക്കാണ് നോഹയ്ക്ക് എന്ത് സംഭവിച്ചത്? കൃപ ലഭിച്ചെന്ന് പറഞ്ഞത്. ദൈവശബ്ദം കേൾക്കാൻ സാധിച്ചു. 2, ദൈവശബ്ദം കേട്ടതോടുകൂടി അവിടെ തീരുകയല്ല ചെയ്തത്. ഈ നോഹ കേട്ട ദൈവശബ്ദത്തിനനുസരിച്ച് നോഹയെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ എന്താണ് വായിക്കുന്നത്? നീതി പ്രസംഗിയായിരുന്നു. നോഹ കേട്ട ദൈവശബ്ദം കേട്ടിട്ട് മിണ്ടാതിരുന്നില്ല. എന്ത് സംഭവിച്ചു? നീതി പ്രസംഗിയായിരുന്നു. സോ ഹി വാസ് പ്രീച്ചിങ്, ഹി വാസ് സ്പീക്കിംഗ് അബൌട്ട് വാട്ട് ഹി വാസ് എക്സ്പീരിയൻസിങ്. തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഈ അരുളപ്പാട് നിമിത്തം, താൻ കേട്ട ദൈവശബ്ദം നിമിത്തം എന്നോട് ദൈവം ഇങ്ങനെ സംസാരിച്ചു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഒരു സമൂഹത്തോട് പറയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ എതിർപ്പുകളും, കാരണം പറയുന്ന ഒന്നും ലോജിക്കലി കറക്റ്റ് അല്ല. നോഹ പറയുന്ന എന്തെങ്കിലും ലോജിക്കലി കറക്റ്റ് ആണോ? എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന്, മഴ പെയ്യാൻ പോകുന്നു. അന്ന് വരെ ദേശം മഴ കണ്ടിട്ടില്ല. ആ ജനത്തോട് പോയി പറയുകയാണ്, നോഹ എന്താണ് പറയുന്നത്? മഴ പെയ്യാൻ പോകുന്നു. ആരെങ്കിലും കേൾക്കുമോ? കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാ ഞാൻ നിങ്ങളെ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ കാണുന്നതിനെയല്ല കാണാത്തതിനെ ലക്ഷ്യം വെക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം.
ആരും വിശ്വസിക്കാത്ത ദൈവശബ്ദങ്ങൾ കേൾക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും അത് പറയുക നിമിത്തം ആളുകളുടെ മുന്നിൽ അപഹാസ്യനായി നിന്ദിതനായി തീരുകയും ചെയ്ത സമയത്തും താൻ കേട്ട ശബ്ദം ശരിയാണെന്ന് ഗ്രഹിച്ച് ഹല്ലേലൂയ സ്തോത്രം അതിൽ ആശ്രയിച്ച് അത് അനുസരിക്കാൻ നോഹയ്ക്ക് കഴിഞ്ഞത് നിമിത്തം എന്ത് സംഭവിച്ചു? നോഹ എക്സ്പീരിയൻസ് ചെയ്ത ഡിവൈൻ പ്രസൻസ് ആണ് ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ ദൈവകൃപ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പെട്ടെന്ന് പോവാം, ഒത്തിരി സമയമായല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഏറ്റവും പ്രതികൂലത്തിന്റെ നടുവിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള ദൈവം തന്നിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണ് എന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത്. അത് കണ്ടോ, 2 കൊരിന്ത്യർ 12:9 ഇങ്ങനെ തന്നെ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇത് പൗലോസിനോട് പറയുന്ന. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യം കണ്ട് നമുക്ക് പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് 1:28 ഇങ്ങനെ പറയുന്നു, ദൂതൻ അവളോട് അടുക്കൽ അകത്തിയെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറിയയ്ക്ക് എന്തോ സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടിയെന്നാണ് പൊതുവെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ചതെന്നാണ് ഹല്ലേലൂയ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവൾക്ക് എന്തിനു വേണ്ടിയാണ് കൃപ കൊടുത്തതെന്നറിയാവോ? പുരുഷനെ അറിയാത്ത കന്യകയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തേണ്ടി വരുമ്പോൾ ആ സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന അവഗണന, പരിഹാസം, നിന്ന, ഇതൊക്കെ ആ വേദനയിൽ നിലനിൽക്കാനുള്ള ഒരു പാക്കേജ് ആണ് ആർക്ക് കൊടുത്തത്? ഹല്ലേലൂയ. അതിനെ പറയുന്ന പേരാണ് കൃപ. ആ കൃപ ഈ കാലത്തിലും അവൈലബിൾ ആണ്. കൃപായുഗത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. കൃപയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് ധാരാളമായിട്ട് പകർന്നു നിന്നിരിക്കുന്നത് ദൈവകൃപയാണ്. ഇത് അനുഭവിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ക്രിസ്തുവിനോട് ഏകീഭാവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒന്ന്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ക്രൂശിക്കപ്പെടണം. ഇത് സംഭവിച്ചു കഴിഞ്ഞതാ. ക്രിസ്തുവിനോടുകൂടെ മരിക്കണം, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടണം, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർക്കണം. ഈ 4 കാര്യങ്ങൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞു? വിശ്വാസികളാകുന്ന നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രസന്റിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണം. ഇതാണ് ബുദ്ധിമുട്ട്. ഇന്നത്തെ സമൂഹത്തിന് പറ്റിപ്പോകുന്നതാണ്. ക്രിസ്തുവിനോടുകൂടാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും 2.5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അവിടെ പോയി ദൈവവചനം കേൾക്കും. ഇതാണോ ക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതം? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. 2, ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലും ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചാലും മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഹല്ലേലൂയ. ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടത്തുള്ളൂ, അല്ലെ ക്രിസ്തുവിനോടുകൂടെ വാഴാൻ പറ്റത്തുള്ളൂ. 1 തെസ്സലോനിയർ 3:34 പറയുന്നു, കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? അപ്പോ ക്രിസ്തുവിനോട് ജീവിക്കണം. ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. 2 പീറ്റർ 3:9-10 ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 2 പീറ്റർ 3:9 and 10. Praise the Lord. റെഫറൻസ് ഒന്നുകൂടെ പറഞ്ഞേ. 2 പീറ്റർ 3:9 and 10. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ദൈവരാജ്യത്തോട് നമ്മൾ എത്ര അടുത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് എന്താണ്? ക്ഷമ കാണിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു മാനസാന്തരത്തിന് വേണ്ടി. ദൈവമക്കളെ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ എന്തിൽ നിന്നാണോ തിരിഞ്ഞു വരേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയുന്നില്ല പാപത്തിൽ നിന്നാണ് പറയുന്നില്ല. നിങ്ങൾ എന്തിൽ നിന്നാണോ തിരിഞ്ഞു വരേണ്ടത്? ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്ന്, ഏത് വിഷയത്തിൽ നിന്നാണോ ആ വിഷയത്തിൽ നിന്ന് അവിടെ തിരിയാതെ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയൂ. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കത്തുള്ളൂ. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയും അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുകയും ചെയ്യണം. അതിനുള്ള കൃപയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദർശനത്തിൽ കണ്ടത് ഹല്ലേലൂയ അധികം വൈകാതെ തന്നെ ഹല്ലേലൂയ സ്തോത്രം അതിനായിട്ട് കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും ആ ദൈവത്തിന്റെ വേലയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനമുള്ളവരായി മാറാം. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനങ്ങളെ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.
നമ്മുടെ കരങ്ങളിൽ കേൾക്കപ്പെട്ട വചനത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നിലയിൽ അല്പനിമിഷമാണെങ്കിലും ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മുടെ ഭാവി പ്രത്യാശയെ പുതുക്കുന്ന നിലയിൽ പ്രിയ കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹീതമായ ദൈവവചനം കേൾക്കുവാനിടയായി തീർന്നു. നാം കേട്ടതുപോലെ താമസമില്ല, നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിനോടുകൂടെ കഷ്ടമനുഭവിപ്പാൻ, കർത്താവിന്റെ കൃപയിൽ നിൽക്കുവാൻ, ആ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി നിൽക്കുവാൻ, ഈ ലോകത്തിന്റെ അനുഭവങ്ങളെക്കാൾ വരുവാനുള്ള ലോകത്തിന്റെ അനുഭവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ പിന്നെയും ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്കായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനുവേണ്ടി ബ്രദർ തോമസ് അവറുകളെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇന്നല്ല രാത്രി സമയത്തിനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി പ്രാർത്ഥനാധുനിയുടെ സൗദി അറേബ്യ ചാപ്റ്ററിലുള്ള എല്ലാ കർത്താവിൻ ദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരുമിച്ച് കൂടുവാനും ഈ രാത്രികാലം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദൂതകൾ കേൾക്കുവാനെല്ലാം ദൈവം രാത്രികാലം നമ്മളെ സഹായിച്ചല്ലോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനാധുനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ വിൻസെന്റ് ഡാനിയേൽ അവர்கள் അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സൗദി അറേബ്യയിൽ ഒരു ചാപ്റ്റർ ഉണ്ടാകണമെന്ന്. പ്രൈസ് ലോർഡ്, കൃപയാൽ അങ്ങനെ ഒരു ചാപ്റ്റർ അവിടെ ഉണ്ടാകുവാനും നമ്മളൊക്കെ അതിനൊക്കെ ഭാഗവാക്കാകുവാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവദാസന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സമർപ്പണവും ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ നമ്മൾ കേട്ടതുപോലെ എരിവ് തീക്ഷ്ണതയുമാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്. കർത്താവിന്റെ ദാസനെ ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായി ദൈവദാസനെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചാപ്റ്ററിന്റെ പ്രവർത്തനം സൗദി അറേബ്യയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളമായി പിന്നെയും വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. ദൈവദാസനുള്ള കുടുംബത്തിലുള്ള ആദരവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യ ചാപ്റ്ററിന്റെ ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ പി ജി വർഗീസ് അവർ കർത്താവിന്റെ ദാസന്റെ വളരെ അശ്രാന്തമായ പരിശ്രമമാണ് ഇന്ന് രാത്രികാലം നമുക്ക് ഇതുപോലെ ഒരു ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ ഇടയാക്കിയത്. മുമ്പത്തെക്കാളൊക്കെ ഏറെ അനേകം ഡിവൈസുകൾ ഈ രാത്രികാലം ഓണായി ഇരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി ദൈവമക്കൾ ദൈവദാസന്മാർ പലയിടങ്ങളിൽ നിന്നായി ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇടയായല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ജി വർഗീസ് അവരുടെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗദി അറേബ്യയിൽ നജറാന്റെ പട്ടണത്തിൽ ദൈവദാസനെ വളരെ ശക്തമായി ദൈവം ഈ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ദൈവദാസനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ഇന്ന് നമുക്ക് ഈ മീറ്റിംഗിലെ നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയതായ നമ്മുടെ പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് രഹബോത്ത് സഭയിലെ ദൈവമക്കളാണല്ലോ. പ്രൈസ് ലോർഡ്. ദൈവദാസി പറഞ്ഞതുപോലെ അവര് വളരെ ദൂരം യാത്ര ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വന്നു ഇന്ന് ഒരുമിച്ച് കൂടുവാൻ രാത്രികാലം വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി കർത്താവിൽ കർത്താവിനെ ആരാധിക്കുവാനും നമുക്കൊക്കെ അതിനൊക്കെ ഭാഗവാക്കാകുവാനും കർത്താവിൽ സന്തോഷിപ്പാനും രാത്രികാലം ഇടയായല്ലോ. ആ പ്രിയപ്പെട്ട ടീം അംഗങ്ങളുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിന്റെ അഭിഷിക്തദാസി സൂസൻ വർഗീസ് അവരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസി വളരെ ആത്മാർത്ഥമായി വളരെ ആഴമേറിയ എരിവോടെ തീഷ്ണതയോടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ആ വിഷയത്തിന് വേണ്ടി രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിപ്പാനുള്ള ഇടയായല്ലോ. ദൈവദാസി വളരെ ഭംഗിയായി ആ കാര്യങ്ങളൊക്കെ നിറവേറ്റിയതോടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസിലുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്തതായ പ്രിയ സഹോദരിമാരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം അവസാനമായി കർത്താവിദാസൻ ഇവാഞ്ചലിസ്റ്റ് റോബിൻ അവരെ ഓർത്തുകൊണ്ട് ദൈവത്തിനോട് സ്തോത്രം ചെയ്തു. കർത്താവിദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല മെസ്സേജ് രാത്രികാലം നമ്മൾ കേൾക്കുവാനിടയായ സ്വർഗസ്ഥനായ ദൈവം
ഒരു നാളും നശിച്ചു പോകാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ഒരു രാജ്യത്വം സ്ഥാപിക്കുമെന്ന് ദാനിയേലിലൂടെ ദീർഘനാളുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടതായ പ്രവചന ദൂതിലൂടെ രാത്രികാലം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചതോർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഈ കാലത്ത് ഹല്ലേലൂയ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതും വളരെ എരിവോട് തീക്ഷ്ണതയോടുകൂടി ഓടേണ്ടതുമായ നമ്മൾ അതിൽ തിരിഞ്ഞു വരേണ്ടതുമായ ഒരു വലിയ വിഷയമാണ് ദൈവരാജ്യം എന്നുള്ളതായ ആ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഒരു ഉണർവ് ഉണ്ടാകുവാൻ തക്കവണ്ണം രാത്രികാല ദൈവദാസന്റെ ആ മെസ്സേജ് വളരെ അനുഗ്രഹമായി തീർന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിനകത്ത് പങ്കെടുത്തതായ എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരത്തിൽ കർത്താവിന്റെ അറിയിക്കും. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നന്ദി പ്രകാശിപ്പിച്ച പ്രിയ തോമസ് ബർണിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ സൗദി അറേബ്യൻ കൗൺസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ എന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സൗദി അറേബ്യൻ ചാപ്റ്ററിന്റെ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെയും നമുക്ക് ഒരുമിച്ച് ശക്തമായി ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പോരാടാം, ഒരുമിച്ച് ഓടാം. ദൈവരാജ്യത്തിന്റെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ നിൽക്കാം. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. സമയം അല്പം മുമ്പോട്ട് പോയെന്നറിയാം, എങ്കിലും സദയം ക്ഷമിക്കുക. കർത്താവിന്റെ ദാസൻ ബെൻസൺ പാസ്റ്റർ അവറുകൾ, ദാനിയൽ അവറുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. രണ്ടു വാക്ക് അദ്ദേഹത്തിന് പറയുവാനുള്ള അവസരവും. വീഡിയോ ഓണാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്, ക്ഷമിക്കുക. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുവാൻ കർത്താവ് കൃപ തന്നല്ലോ. പ്രാർത്ഥന സൗദി ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവത്തോളം അനുഗ്രഹിച്ചു. സർവശക്തനാവുന്ന കർത്താവ് പ്രവർത്തനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകായിരങ്ങൾക്ക് താങ്ങും തണലും ആശ്വാസവുമാക്കി പ്രാർത്ഥനയുടെ സൗദി അറേബ്യയിലെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി മാനിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികാലം നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവമേ, പ്രാർത്ഥനയുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവസ്ഥാനത്തിലായിരിക്കാൻ സ്വർഗം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് നേതൃത്വം നൽകിയതായ കർത്താവിന്റെ വലിയ ദാസനായി പ്രാർത്ഥിക്കുന്നു. ലേഡിയോനൊക്കെ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കുടുംബമായ ദൈവം മാനിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവെ അങ്ങ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ജോലിയുടെ തിരക്കിലും വളരെ ദൂരം യാത്ര ചെയ്ത് കർത്താവെ ആലയത്തിൽ ചെന്ന് കർത്താവെ മനോഹരമായ ഗാനങ്ങൾ പാടിയ ഞങ്ങളുടെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വേലയിൽ ശക്തമായി അവരെ കുടുംബമായി എല്ലാവരെയും ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയെ ദൈവം പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസിയെ ദൈവം ശക്തമായി ഉപയോഗിക്കണമേ. ഞങ്ങളുടെ അഭിഷിക്തദാസനെ അനുഗ്രഹിക്കണമേ. അവിടെയുള്ള ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കൾ വീണ്ടും അവിടെ വിടുവിക്കപ്പെടുവാൻ ഞങ്ങളുടെ ദാസന്റെ കുടുംബത്തിൽ കൂടി കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകൃപയെ ദൈവം സൂക്ഷിക്കണമേ. കർത്താവെ, അവസാനമായി വചനം സൂക്ഷിച്ച കർത്താവിന്റെ അഭിഷിക്തദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഴമേറിയ ദൈവീയ ദൂതുകൾ, ദൈവീയ ആലോചനകൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവിനോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ദൈവം വീണ്ടും ശക്തമായി ഉപയോഗിക്കണമേ. കർത്താവിന്റെ വേലയിൽ വീണ്ടും ശക്തമായി ദേശത്ത് മാത്രമല്ല അനേക രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങളുടെ വിശുദ്ധദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകളുടെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, നടക്കുന്ന എല്ലാ പ്രാർത്ഥന മീറ്റിങ്ങുകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ സഹാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ കഷ്ടതയിൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടുകൊണ്ട് കർത്താവെ, ഓടുന്ന ദൈവത്തിന്റെ വചനം അയച്ച അത്ഭുതമേറിയ സൗഖ്യം ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് മേലും ദൈവത്തിന് വലിയ സാന്നിധ്യം ദൈവം അയക്കണം. ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവസഭകൾക്കായി സ്തോത്രം. എല്ലാ ദൈവസഭകളും കർത്താവെ ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടുവാൻ, കർത്താവിന്റെ വരവിലനേരെ ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനം പോലെ കർത്താവെ
ഏറ്റവും ആസനമായാലും വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കർത്താവിന്റെ പറയിൽ ഒരുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വ പിതാവ് നിർത്തുകയാണ് യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. വീഴാതെ വണ്ണം നമ്മെ കാത്തു തന്നെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കടങ്ങുമില്ലാതെ നിർത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ സകല വിഷയങ്ങളുടെ മേലും പ്രാർത്ഥനയിലെ പ്രവർത്തനങ്ങളുടെ മേലും സൗദി അറേബ്യ ചാപ്റ്ററിന്റെ മേലും എന്നുമേ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവജാടിന് മഹത്വം പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഓൺലൈനിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ അവസാന നിമിഷം വരെ ഇരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇനിയും ദൈവാനുവച്ചാൽ അടുത്ത മാസം ആദ്യ ശനിയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും കർത്താവ് എല്ലാവരെയും ചിറകിന്റെ മറവിൽ ഭദ്രമായി സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.